ഇതിപ്പോൾ നമുക്കാണ്, നമ്മുടെ അടുത്ത് തന്നെയാണ് നമ്മൾ പറയാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു തരുന്ന വേറെ ഒന്നുമില്ല, ഒരു സവാദ് ഐ തിങ്ക് അങ്ങനെ എന്താണ് പുള്ളിക്കാരൻ്റെ പേരും തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുത്തൻ ഇതിനു മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ കുറച്ചധികം നാളുകൾക്ക് മുമ്പ് ലൈംഗിക ചേഷ്ട KSRTC ബസ്സിൽ വെച്ച് കാണിച്ചു. അതിനെ അംഗീകരിച്ചുകൊണ്ട് ഒരുപാട് യുവ ജനങ്ങൾ വന്നു, അംഗീകരിക്കാതെ ഒരുപാട് ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ടായിരുന്നു. പക്ഷേ ഞാനന്ന് വലിയ കാര്യമായിട്ട് അതൊന്നും എടുത്തില്ല. പക്ഷെ ഇപ്പൊ വീണ്ടും പുള്ളിക്കാരൻ്റെ പേരൂടെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ സിസ്റ്റം കുറച്ചുകൂടെ മാറാനാണ്. സിസ്റ്റം കുറച്ചുകൂടെ മാറിയാൽ തന്നെ ഇതുപോലത്തുള്ള ഞരമ്പന്മാർ ഇല്ലാതാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പൂർണ്ണമായിട്ട് ഇല്ലാതാവുമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു പരിധിക്കെങ്കിലും ഇല്ലാതാവും. സോ അതുകൊണ്ട് തന്നെ നമ്മളെ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരണമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അതും ഇതുപോലത്തെ കേസുകൾ കാണിക്കുമ്പോൾ കമാലം അടിച്ച് പൊട്ടിച്ച് അവനെ തിരുത്താൻ ശ്രമിക്കണമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അത് നമ്മൾ മിണ്ടാതിരിക്കണമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റിൽ ലീവിയ. സോ ഇപ്പോൾ ഞാൻ മിണ്ടിയത് കുഴപ്പമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ ലീവിയ. അല്ലെങ്കിൽ നമ്മളും മിണ്ടാതിരിക്കണം.